അങ്ങനെ എൻ്റെ ഉമ്മച്ചിയുടെ കലിപ്പിച്ചിട്ടുള്ള നോട്ടവും നേരിട്ട് ഞങ്ങൾ നേരെ പോയത് അലിബാബ ആൻഡ് 41 ഡിഷസിലോട്ടാണ്. അപ്പോൾ ഇക്കക്കായും അൻസിയും ഞാനും അവിടെ സേവ് ദ ഡേറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് കുറവങ്കോണമുള്ള അലിബാബയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എന്തോ ഒരു സിഗ്നേച്ചർ ആയിട്ട് അതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചതാണ് ഫാമിലി ആയിട്ട് എല്ലാവർക്കും അവിടെ ഒരു ദിവസം പോകണമെന്നുള്ളത്. പക്ഷേ പിന്നെ തിരക്കായിപ്പോയി. പിന്നെ ഇക്കക്ക പോയി, ഇപ്പം അൻസിയും പോയി. പിന്നെ അങ്ങനെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. തിരക്ക് കാരണം വിട്ടുപോയി. അവന് ഈ ഇടയ്ക്ക് ഉമ്മ വന്നപ്പോഴത്തേനും ഞങ്ങൾ എന്തോ ട്രിവാൻഡ്രം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നോക്കിയപ്പോൾ അടുത്ത് അലിബാബ ഉണ്ടായിരുന്നു. ഇത് കുറവങ്കോണത്തെ അലിബാബയല്ല. അങ്ങനെ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ ആ ഒരു ഐറ്റം ഇല്ലായിരുന്നു, അത് അവിടെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാനും ഉമ്മ ഒരു പാൽക്കപ്പയും വാരിയെല്ലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് അവിടുത്തെ മീൽസ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഇക്ക മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഇത് വേണ്ട. അവസാനം പ്ലേറ്റിൽ അങ്ങോട്ടിടലി ഇങ്ങോട്ടിടലി അങ്ങനെ ആകെ മൊത്തം ബഹളമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ലൈമും ഓരോ ലൈം സോഡയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകി കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു മാസ്ക് ടൈപ്പ് മോളെ കണ്ടപ്പോൾ കൊടുത്തതാണ് സംഭവം. അവൾ കണ്ടപ്പോൾ ഇത് വമ്പൻ കരച്ചിലായിരുന്നു. പിന്നെ ഞാനതൊക്കെ വെച്ച് ചുമ്മാ ഷോ ഒക്കെ കാണിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് അത്ര